നിന്നെ വെച്ചേക്കില്ല എന്നാണ് പറയണേ. എന്നെ കണ്ട വഴി ആൾ കൈമ പിടിച്ച് വലിച്ച് റൂമിലോട്ട് കയറ്റി പക്ഷേ തെറികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടല്ലോ അങ്ങനത്തെ തെറികൾ. ഉന്തും തള്ള എന്നെ ചവിട്ടി താഴെ ഇട്ടു. ക്യാമറ ബാഗ് അത് പിടിച്ച് വലിച്ച് താഴെ അടിച്ചു. അത്രയ്ക്കും അതായത് ഡയറക്ടർ എല്ലാവരും കൂടിയാണ് ആ ഡോറ് ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് ഇറക്കണേ. ജഡ്ജ് അടക്കമുള്ള ഫ്രണ്ടാണ്. കൊട്ടേഷൻ ടീമുകളായിട്ട് പരിചയമുണ്ട്, പോലീസുകാരായിട്ട് ബന്ധങ്ങളുണ്ട്. നിന്നെ വെച്ചേക്കില്ല എന്നാണ് പറയണേ. നമസ്കാരം. ഫ്ലവേഴ്സ് TV ചാനൽ സ്റ്റുഡിയോയിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതിനും ക്യാമറ നിലത്തെറിഞ്ഞ് തകർത്തതിനും ഹാസ്യതാരം ബിനു അടിമാലിക്കെതിരെ കേസ്. എറണാകുളം പച്ചാളം സ്വദേശിയായ ജിനീഷിനെയാണ് ബിനു മർദ്ദിച്ചത്. സ്റ്റുഡിയോയുടെ ഉള്ളിലെ ഒരു റൂമിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയും വാതിലടച്ച ശേഷം ക്രൂരമായി മർദ്ദിക്കുകയുമാണ് ചെയ്തതെന്നാണ് പരാതി. ഈ സമയം സ്റ്റുഡിയോയിലുണ്ടായിരുന്ന സ്റ്റാർ മാജിക് ടീം അംഗങ്ങൾ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ബിനു അടിമാലിയെ മർദ്ദനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. തുടർന്ന് 2 മാസത്തേക്ക് ബിനുവിനെ സ്റ്റാർ മാജിക്കിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തുവെന്ന് പരാതിക്കാരൻ ജിനീഷ് മറുനാടൻ മലയാളിയോട് പറഞ്ഞു. പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ബിനുവും പ്രതികരിച്ചു. എന്താ ബിനു അടിമാലിക്കെതിരെ ഉള്ള പരാതി? ഞാൻ ആളുടെ സോഷ്യൽ മീഡിയ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഒരു 3 വർഷത്തോളം ഞാൻ നോക്കി. ആളുടെ ആക്സിഡൻ്റ് ഉണ്ടായതിനു ശേഷം ഞങ്ങളൊരു സൗന്ദര്യപ്പണക്കം വന്ന് അത് അവസാനിപ്പിച്ച സംഭവമാണ്. ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കണം വീണ്ടും. ആളുടെ അക്കൗണ്ട് ഞാൻ ഹാക്ക് ചെയ്തത് കൊണ്ടാണ് എന്നെ വിളിക്കണേ. ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് പറഞ്ഞിട്ട്. അപ്പോൾ ആളത് ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയി. ആൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഫ്രണ്ട് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനവിടെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു. നേരിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്. ഇങ്ങനെ ബിനു അടിമാലി നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയി. ഏത് സ്റ്റേഷനിലായിരുന്നു? ആലുവ സൈബർ സെല്ലിലാണ് പോകുന്നത്. അപ്പോൾ ആ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്ത ഡേറ്റും. അപ്പോൾ ആ സാറിനെ കാണിച്ചു കൊടുത്തു. സാറിനോട് പറഞ്ഞു സാറേ ഇന്ന ഡേറ്റിന് ഞാൻ എൻ്റെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ടും ഉണ്ട്. എൻ്റെ അതായത് റിമൂവായി പോയിട്ടുണ്ട്, എൻ്റെ ഫോണിൽ നിന്ന് റിമൂവായി, എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ആൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന് കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചു വരുത്തി. ആൾ പറഞ്ഞു നമുക്കിത് എന്തെങ്കിലും കിട്ടണ അക്കൗണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ അവരുടെ ലാപ്ടോപ്പ് തന്നു. അത് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടും നടക്കുന്നില്ല. അവർ തന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കയറി നോക്കണേ, പക്ഷെ അത് നടക്കുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ വീട്ടിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. 3 വർഷം അവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ നല്ലത് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നോക്കി, അവർ തന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ച് കയറി നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ടെക്നിക്ക് ഞാൻ ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് തന്നെ സോഷ്യൽ മീഡിയ ഫുൾ അങ്ങനെയില്ല. ആൾക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ്. എനിക്ക് കുറച്ച് എൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ടാണ് ഞാൻ അത് ചെയ്ത് കൊടുത്തത്. ഇത് ബിസിനസ്സല്ല എൻ്റെ. അങ്ങനെ ഞാനത് ടെക്നിക്കൽ ആളെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് അക്കൗണ്ട് ഹാക്ക് ചെയ്തതൊന്നുമല്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആയണ സംഭവമാണ്. അത് പാസ്വേഡ് തെറ്റിയടിച്ച്, അതായത് 3 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ ചെയ്യണം, പിന്നെയും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറാണെന്ന് പറയണത്. അങ്ങനെ ഈ ബിനിച്ചേട്ടൻ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ട്രൈ ചെയ്തായിരിക്കാം, മനസ്സിലായോ? അതിനിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിച്ചു ജിനീഷ്, അതായത് ഞാൻ കൊടുത്ത പാസ്വേഡ് അടിച്ചിട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ അതിന് ശേഷം പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം എൻ്റെ ഫോണിൽ നിന്നും എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ആയി പോയത്, എനിക്ക് അതായത് പിന്നെ ആക്സസ് ഇല്ല. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞ് പിന്നെ വരുന്നതാണ് ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഇതാണ്, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് അക്കൗണ്ട് കിട്ടും ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ എന്ന് പറഞ്ഞു. എന്നാൽ സാറ് ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, അക്കൗണ്ട് ആൾക്ക് കിട്ടി. പിന്നെ ആ വിഷയം അവിടെ വെച്ച് തീർന്നു. പിന്നെ വീണ്ടും വിളിക്കുന്നത് 24-ാം തീയതി എന്നെ വിളിക്കണേ. അപ്പോൾ ആൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പോസ്റ്റ് ചെയ്താലും അതിനകത്ത് തെറി വിളികളാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇതും ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിലും ചേട്ടന് തെറി വിളികളുണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഇത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു 30% ആൾക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. അത് ബ്ലോക്ക് ചെയ്യും, അങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അപ്ഡേറ്റ് ആയിരുന്നു കറക്റ്റായിട്ട്. അതായത് അത്രയ്ക്കും റീച്ചാക്കി കൊടുത്തത് ഞാനാണ്. അതായത് ഡെയിലി അതിനകത്ത് കമൻറ്റും റിപ്ലൈ കൊടുത്ത് അങ്ങനെ റീച്ചാക്കിയ പേജാണ്, അതിന് വെരിഫിക്കേഷൻ കിട്ടിയ പേജാണ്.
അങ്ങനെ ഞാൻ ആളോട് പറഞ്ഞു. അപ്പോൾ ആൾക്കത് മനസ്സിലാവും. ആൾ പറയണത് ഞാൻ അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് ഏതോ വൈരാഗ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ടീമിനെ കൊണ്ട് ചെയ്യും. എനിക്കങ്ങനെ ടീമുമില്ല, മനസ്സിലായോ? അങ്ങനെ ആൾ തർപ്പിച്ച് പറയണ നീയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നീ ഒരു വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആളൊരു പടത്തിൻ്റെ പ്രമോഷന് പോയി. ആ ആർട്ടിസ്റ്റായിട്ടുള്ള പ്രശ്നത്തിന് ഞാനാണ് അത് മീഡിയയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ വെച്ചേക്കില്ല. ആൾ പറഞ്ഞ എൻ്റെ വീട്ടിലോട്ട് കയറി വരും. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് ഫാമിലിയായിട്ട്. അത് 2 പെൺപിള്ളേർ, എനിക്ക് കുഞ്ഞുങ്ങളാണ് അവർ. ആ ഗുണ്ടായി, അതായത് കൊട്ടേഷൻ ടീമുകളായിട്ട് വരും എന്നൊക്കെ. അതായത് ആൾക്കില്ലാത്ത ബന്ധങ്ങളില്ല എന്ന് പറയുന്ന ആൾ. അതായത് ഹൈക്കോടതി ജഡ്ജ് അടക്കം ആളുടെ ഫ്രണ്ടാണ്. കൊട്ടേഷൻ ടീമുകളായിട്ട് പരിചയമുണ്ട്, പോലീസുകാരായിട്ട് ബന്ധങ്ങളുണ്ട്. നിന്നെ വെച്ചേക്കില്ല എന്നാണ് പറയണത്. എല്ലാം ഈ ഫേസ്ബുക്ക് താങ്കൾ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതെ, അതായത് ആൾക്ക് നെഗറ്റീവ് പറഞ്ഞതിന് ഞാനാണ് അതിൻ്റെ ഉത്തരവാദി എന്നാണ് പറയണത്. ഇപ്പം ആൾ പല പരിപാടിക്കും പോയിട്ട് ഇത് പറഞ്ഞതിന് ഞാൻ അല്ലല്ലോ, ജനങ്ങളല്ല ഇത് ഇതാക്കണേ. പക്ഷെ ആളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഇത് ഞാനല്ല, പല ആൾക്കാരോട് ഞാൻ ഈ ഒരു ഷോ ബന്ധപ്പെട്ടാണ് ഞാൻ അവിടെ പോകുന്നത്, ആൾ പരിചയപ്പെടുന്നതും. ആ ഷോയിലെ ആൾക്കാരും പറഞ്ഞ് ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ആളത് മനസ്സിലാവുള്ളൂ. ആൾക്ക് എന്തോ ഇതാണ് എനിക്ക് ടീമുണ്ടെന്ന് പറയണേ. എനിക്കങ്ങനെ ടീമില്ല. പിന്നീട് എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് 2 പേര് എന്നെ വിളിച്ചു. അസോസിയേഷൻ്റെ ആൾ എന്നെ, സഭയുടെ ആൾക്കാർ എന്നെ വിളിച്ചു. അവരും വിളിച്ചു, ഒരു ലേഡിയാണ് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് വേറെ ആളുകളും വിളിച്ചു. അവർ പറയുന്നത് ഈ വീഡിയോ ഞാനാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ 100% ഉറപ്പാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ട. എന്തിനാണ് ഞാൻ ആ അവസ്ഥയ്ക്ക് ചിന്തിച്ചിട്ടില്ല. പിന്നെ ആ പാസ്വേഡും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അവർ ഭീഷണിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പേടിയായി. ഓൾറെഡി വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് കയറി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ആളുടെ സ്വഭാവം അറിയാം. ഏകദേശം കൊട്ടേഷൻ അവർക്ക് ഗ്യാങ്ങുകളൊക്കെ ഇട്ട ആൾ ഭയങ്കര കമ്പനിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്മീഷണർക്ക് പരാതി, അതായത് 25-ാം തീയതിയാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കണേ, ഡിസംബറിൽ. അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തു. പിറ്റേ ദിവസം അതിൻ്റെ കോപ്പി കൊടുത്ത് എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ ആളെ വിളിപ്പിച്ചു. ആൾ വരാമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിയുമ്പോൾ എത്താമെന്ന് പറഞ്ഞു. എത്തിയില്ല. തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം ആളെ വിളിപ്പിക്കുകയാണ്. വരണമെന്ന് പറഞ്ഞ് ഇന്ന ടൈമിന് വരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ആളെ വിളിപ്പിച്ചു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഇത്ര ഡേറ്റിനുള്ള പാസ്വേഡും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നേണ്ടതാണ്, നിങ്ങളത് ആൾക്കാർ പറഞ്ഞ ആൾക്കൊന്നും അറിയില്ല എന്ന് പറയണേ. അപ്പോൾ നിങ്ങളൊരു അതായത് ഇതിനറിയാവുന്ന ആൾക്കാരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി ഈ വിഷയം ഉണ്ടാവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് ആ വിഷയം അവിടെ വെച്ച് സോൾവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 9-ാം തീയതി, ജനുവരി 9-ാം തീയതി ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോന്നു. ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ എല്ലാ പ്രാവശ്യം പോകുന്നതാണ്, എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. പക്ഷെ അന്ന് പോയില്ല. അന്ന് അവർ വിളിക്കണ് ഇവിടെ വരണം അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പോയി. അവിടെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് ഞാൻ എത്തുന്നത്. എന്തായിരുന്നു ജോലി? ഫോട്ടോഗ്രാഫറാണ്. അവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സംഭവമാണ്. ഞാൻ ഫ്രീലാൻസായിട്ട് ചെയ്യണത്. അവർ വിളിക്കുമ്പോൾ പോവും. ഞാൻ വർഷങ്ങളായിട്ട് ആ ചാനലിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതാണ്. ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലായിരുന്നു ഇത് കാണുന്നത്. ആളെ, അതായത് എല്ലാ ആർട്ടിസ്റ്റുകളും നിൽക്കണ്. എങ്ങനെ പോലെ 20 ആർട്ടിസ്റ്റും അത് കൂടാണ്ട് ക്രൂകളുണ്ട്. ഒരു 50-ന് മേലെ ആൾക്കാരുണ്ടായിരുന്നു. ആ ടൈമിൽ എന്നെ എന്നെ കണ്ട വഴി ആൾ കൈമ പിടിച്ച് വലിച്ച് റൂമിലോട്ട് കയറ്റി വശം തെറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടല്ലോ അങ്ങനത്തെ തെറികൾ. അത് പറഞ്ഞാൽ തെറി വിളിക്കുന്നത് പച്ചത്തെറിയാണ്. നീ എന്നെ അങ്ങനെ ചെയ്യും, എൻ്റെ സോഷ്യൽ മീഡിയയിൽ തെറി ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ഇത് ഞാനെ പ്രചരിപ്പിക്കുന്നതാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ ആളുടെ കോമഡി സൂപ്പറാണ്, ഞാനാണ് ഇല്ലാണ്ടാക്കണേന്ന്. അതായത് ഞാനായിട്ടാണ് ഈ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ട് അത് നശിപ്പിക്കണേന്നാണ് പറയണത്, നെഗറ്റീവ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉന്തും തള്ള എന്നെ അതായത് ചവിട്ടി താഴെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ക്യാമറ ബാഗ് എൻ്റെ തോളത്തായിരുന്നു, അത് പിടിച്ച് വലിച്ച് താഴെ അടിച്ചു. അത് അത്രയ്ക്കും, അതായത് എനിക്കൊന്നും അതായത് എത്ര ആർട്ടിസ്റ്റ് എല്ലാവരും പുറത്ത് നിൽക്കണം, അവർ തുറക്കുന്നതുകൊണ്ട് എനിക്ക് പോയി തുറക്കാനും പറ്റില്ല. അപ്പം ഒരു കോൾ വന്ന് ആ ഫോണടക്കം ആൾ വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു അതായത് ഒരു റൈറ്റർ ഉണ്ട്. ആ റൈറ്റർ എല്ലാവരും കൂടിയാണ് ആ ഡോറ് ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് ഇറക്കണേ. പുറത്തേക്ക് ഇറക്കല്ല, അപ്പോൾ എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുക ആൾ ഇവർ വരുന്ന ടൈമിൽ. അങ്ങനെ ഡയറക്ടർ വന്നു, സംസാരിച്ച് ഇവിടെ ഇങ്ങനെ പറ്റില്ല, നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ഒക്കെ പുറത്ത് പോയി തീർക്കണം എന്ന് പറഞ്ഞ ആളെ അവിടെ വെച്ച് അത് അവർ സിമ്പിളാക്കി അത് വിട്ടു.
ഞാൻ എൻ്റെ ചാനലിൻ്റെ ഹെഡിൽ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേണ്ടത് ചെയ്യാം, എൻ്റെ ക്യാമറയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് തരാനുള്ള സൊല്യൂഷൻ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഴുത്ത് വേദന എടുത്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. സ്റ്റാർ മാജിക്കിൽ നിന്ന് ഈ ബിനു അടിമാലിയെ 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തല്ലോ, അത് ഈ സംഭവത്തിന് ശേഷമാണോ? അതെ, അത് ഈ കേസ് എടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്ത് സാറ് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കോംപ്രമൈസ് വേണ്ട, ഒരു പ്രാവശ്യം കോംപ്രമൈസ് ചെയ്താണ് എനിക്ക് കേസ് എടുത്തേ പറ്റും. അങ്ങനെ കേസ് എടുത്തു. അതായത് താങ്കളുടെ ക്യാമറ ഈ ഫ്ലവേഴ്സുകാർ മേടിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു, എങ്ങനെയായിരുന്നു? അല്ല, ആളെ കൊണ്ട് മേടിപ്പിച്ച് തരാം, അതിനുള്ള ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് തരാത്തതുകൊണ്ടാണ് പരാതി കൊടുത്തത്. അതിനെപ്പറ്റി സംസാരം ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരം ഉണ്ടായിരുന്നില്ല. ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അറിയണേ നമുക്കത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് മീഡിയ ഒന്നും അറിയണ്ട, നമുക്ക് അവിടുത്തെ ഹെഡൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറിനെ വിളിച്ചു. ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ക്യാമറ കിട്ടിയാൽ നീ സോൾവ് ചെയ്യുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു സോൾവ് ചെയ്യില്ല, എനിക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ ക്യാമറ മേടിച്ചിട്ടുള്ള ആളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതങ്ങനെ ആളായിട്ട് സംസാരിച്ചിട്ട് വിളിയൊന്നും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെയാണ് അറിയണേ ആളെ ചാനലിൽ നിന്ന് മാറ്റിന്ന് സ്റ്റാർ മാജിക്കിൽ നിന്ന് മാറ്റി. 2 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആളെ വിളിക്കാണ്ടായപ്പോൾ ഞാൻ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും സാറിനെ അവിടുത്തെ മെയിൻ സാറിനെ പോയി കണ്ടു. ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കരച്ചിലും വീഴ്ചയിലായിരുന്നു, ആൾക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ആണ് കയറുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അറിവ്. അങ്ങനെ ഇപ്പം ഇതിന് തീരുമാനം ആക്കിയിട്ട് കയറ്റിയാൽ മതി എന്നാണ് ഞാൻ അറിഞ്ഞായിരുന്നത്. പക്ഷേ എന്നെ വിളിച്ചും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ആളിപ്പോൾ 2ാമതും ഷൂട്ടിന് കയറി. ഇപ്പോൾ കേസ് എന്തായി? കേസ് അപ്ഡേറ്റ് ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ സാറന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഓൾറെഡി അത് എൻ്റെ ക്യാമറ എൻ്റെ ബില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡിലേ ആയത്. ഇപ്പോൾ ബില്ല് കിട്ടി, അവിടെ കൊടുത്തു. അവർ സ്റ്റേഷനിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അതായത് താഴെ വീണ ക്യാമറയ്ക്ക് പണ്ടത്തെ റിസൾട്ട് കിട്ടില്ല. ഞാനത് ലോൺ എടുത്ത് മേടിച്ചാണ് സംഭവം. ഇപ്പോഴും അതിന് ലോൺ തീർന്നിട്ടില്ല. യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതൊക്കെ നോക്കിയിട്ട് 5 പൈസ തന്നിട്ടില്ല. ആകെപ്പാടെ കിട്ടിയണത് 10,000 രൂപയാണ്. യൂട്യൂബിൻ്റെ പാർട്ണർഷിപ്പ് എനിക്കുണ്ടായിരുന്നു, അതുപോലും തന്നിട്ടില്ല ആൾ. ഞാൻ പൈസയുടെ കാര്യങ്ങളൊക്കെ വിട്ട സംഭവമാണ്. എല്ലാം അവസാനിപ്പിച്ചു. ആൾക്കില്ലാത്ത ബന്ധങ്ങളില്ല. DGP അടക്കം ആൾക്ക് സപ്പോർട്ടുണ്ടെന്ന് പറയണേ ഈ കേസിന്. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഈ കേസ് ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ കേസിൻ്റെ രീതിയിൽ പോകുന്നുണ്ട്. വെറുതെ പറയുന്നത് DGP ആയിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞു. അപ്പം പിന്നെ അത് കൂടാണ്ട് എന്നെ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നാണ് അതിൻ്റെ ഷോ ഡയറക്ടർ അടുത്ത് പറയണത്. എന്നെ ഈ ഭീഷണിപ്പെടുത്തിയ കാര്യമെല്ലാം നമ്മൾ ഈ പരാതി പറഞ്ഞിട്ടുണ്ട്. പരാതിയിൽ അപ്പോൾ പറഞ്ഞില്ല. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ആണ് എന്നോട് പറയണത് ഇത് മീഡിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നാണ് ആൾ പറയണത്. ബിനു അടിമാലിക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? അല്ല, ആൾക്ക് അതുപോലത്തെ കണക്ഷൻ ഉണ്ടെന്ന് പറയണേ. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ആൾ പല ബന്ധങ്ങളുള്ളത്. വിചാരിച്ചത് വെള്ളരിക്കാൻ പറ്റണമെന്നല്ലേ, ഇവിടെ നിയമവും നമുക്ക് കോടതിയൊക്കെ ഉണ്ട്. അല്ല, സെലിബ്രിറ്റി ആകുമ്പോൾ എല്ലാവരും ബന്ധങ്ങളുണ്ടാവും. ഇപ്പം ഞാനൊരു സാധാരണ അതായത് ആളാണ്. ഇപ്പം എന്നെ ഇപ്പം ക്യാമറയ്ക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പോലും അത് റെഡി ആവാണ്ടാണ് ഇപ്പോൾ ആൾ വീണ്ടും ഷോയിൽ വന്നത്. കേസിൻ്റെ രീതിയിൽ പോകുന്നുണ്ട്, അത് ടൈം എടുക്കും. പക്ഷേ അതിന് മുമ്പ് ഇവർ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, മീഡിയയും കാര്യങ്ങളൊന്നും അറിയണ്ട, നമുക്കത് സോൾവ് ചെയ്ത് പോവാം എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞതിൻ്റെ എല്ലാം എൻ്റെ കയ്യിൽ ഇതുണ്ട്. എല്ലാം നിസ്സാരമായി താങ്കളുടെ ക്യാമറ മേടിച്ച് തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നേനെ. അല്ലാതെ താങ്കൾക്ക് വേറെ പരാതിയില്ല? വേറെ പരാതി എനിക്കെൻ്റെ ഇതാണ് ക്യാമറ. ഞാൻ ഇത്ര നാളും ജീവിച്ചുകൊണ്ട് ആ ക്യാമറ വെച്ചിട്ടാണ്. എനിക്ക് അത് ലോൺ തീർന്നിട്ടില്ല. എൻ്റെ 8 ലക്ഷം രൂപയാണ് ക്യാമറയുടെ വില. 1DX Mark 3 ആണ് ക്യാമറ. അപ്പോൾ ജീവിതം എങ്ങനെയാണ്? ഇപ്പോൾ 2 മാസമായിട്ട് പണിയില്ല. ക്യാമറ ഇപ്പോൾ ഞാൻ കിട്ടിയിട്ടുള്ളൂ. ആ ക്യാമറയ്ക്ക് ഇപ്പോഴും പഴയ റിസൾട്ട് ഇല്ല വീണേൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു പണ്ടത്തെ റിസൾട്ട് എന്തായാലും കിട്ടില്ല, ഫോക്കസിങ്ങിന് ചെറിയ പ്രശ്നം കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഡിലേ വരാന്ന് വെച്ചാൽ ജപ്പാനിൽ നിന്ന് സാധനങ്ങൾ വരാനാണ് ഡിലേ എടുത്തായിരുന്നത്. പോലീസ് കൃത്യമായി നിയമ നടപടി സ്വീകരിച്ചു. ഇപ്പോൾ കോടതിയിലാണോ കേസ്? കോടതിയിലാണ്. ആൾ അതിനിടയ്ക്ക് എന്തായാലും എനിക്ക് ഒരു അപ്പീൽ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തള്ളി പോയിട്ടുണ്ട്. കറക്റ്റ് അതിൻ്റെ ഇതറിയില്ല. അത് കൊടുത്തിട്ടും അത് റിജക്റ്റ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞ് എൻ്റെ വക്കീൽ പറഞ്ഞത്. ടെലിവിഷൻ രംഗത്തെ ഏറെ ജനപ്രിയനായ ഒരു കലാകാരനാണ് ബിനു അടിമാലി. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഏറെ ഞെട്ടിലുണ്ടാക്കുന്നുണ്ട്.
അതേസമയം മറുനാടൻ ബിനു അടിമാലിയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് കെട്ടിച്ചമച്ച ഒരു പരാതിയാണെന്നാണ്. ഏറെ നാളായി ജിനീഷ് ബിനുവിനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരാതി കെട്ടിച്ചമച്ചിരിക്കുന്നത്. താൻ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടില്ല എന്നും ക്യാമറ തല്ലി പൊട്ടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹത്തിന് കൃത്യമായൊരു വിശദീകരണം നാളെ മറുനാടിൽ കൂടി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ ഇല്ലാത്തതിനാലാണ് കൃത്യമായൊരു വിശദീകരണം മറുനാടിന് നൽകാൻ കഴിയാത്തത്. എന്തായാലും നാളെ അദ്ദേഹം കൃത്യമായ മറുപടി മറുനാടിൽ കൂടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ TV.